കുട്ടിശങ്കരൻ നായരുടെ അനുസ്മരണ യോഗത്തിൽ കുട്ടിശങ്കരൻ നായരൊപ്പം പ്രവർത്തിച്ച മുതിർന്ന സഖാക്കളൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുണ്ടായി. സാധാരണ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് അനുസ്മരണ യോഗം എന്നുള്ളത് റഷ്യൻ വിപ്ലവത്തിന്റെ നായകനായ ലെനിൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ അനുസ്മരണ യോഗവും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്നാണ് ലെനിൻ അനുസ്മരണ യോഗത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. ജനകീയ ചൈനയുടെ ചെയർമാനും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ പ്രവർത്തകരൊക്കെ ആയിരുന്ന മാവോ ഒരിക്കൽ മരണത്തെ സംബന്ധിച്ച് ഒരു സംവാദത്തിൽ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹം പറയുന്നത് രണ്ടു തരം മരണത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന് പക്ഷിത്തൂകളിലേക്കാൾ കാഠിന്യം കുറഞ്ഞ മരണവും, ഒന്ന് മഹാപർവ്വതത്തേക്കാൾ കാഠിന്യം കൂടിയ മരണവും. ഇങ്ങനെ മരണത്തെ രണ്ടായിട്ടാണ് വിലയിരുത്തുന്നത്. നമ്മുടെ സമൂഹത്തിൽ ചില ആളുകൾ മരണപ്പെട്ടാൽ പക്ഷിത്തൂകളിനേക്കാൾ കാഠിന്യം കുറഞ്ഞ മരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആളുകളൊന്നും അറിയില്ല. വർഷങ്ങൾ പിന്നിട്ടാലും അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നോ എന്ന് തന്നെ സംശയത്തിന്റെ നിഴലിലാക്കും ചില ആളുകളൊക്കെ. എന്നാൽ ചില ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ എത്ര പതിറ്റാണ്ടുകൾ പിന്നിട്ടാലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമുക്കിടയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് സഖാവ് കുട്ടിശങ്കരൻ നായർ. ഞാൻ 2-3 ദിവസം മുന്നേ കൊടക്കൽ ബ്രാഞ്ചിൽ പങ്കെടുക്കുന്ന സമയത്താണ് അവിടുത്തെ 1-2 മുതിർന്ന സഖാക്കൾ പറഞ്ഞത്. കൊടക്കൽ ബ്രാഞ്ച് യോഗങ്ങളൊക്കെ കഴിഞ്ഞാൽ അവിടുന്ന് വേറെങ്കിലേക്ക് നടന്നു വരുന്ന സഖാവിനെ സംബന്ധിച്ച് അവർ സംസാരിക്കുകയുണ്ടായി. ഞാൻ പറയുന്നത് വർഷങ്ങൾ പിന്നിട്ടിട്ടും കുട്ടിശങ്കരൻ നായരുടെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പൊതുമണ്ഡലങ്ങളിൽ ഉണ്ട് എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുന്ന വലിയൊരു അനുസ്മരണമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഒരു മുദ്രാവാക്യമുണ്ട്. അത് പ്രത്യേകിച്ച് തിരുനാവായ മണ്ണിലൊക്കെ വലതുപക്ഷ രാഷ്ട്രീയത്തിന് വല്ലാതെ സ്വാധീനമുള്ള നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥയുടെ കാലത്ത് രാജ്യത്തിന്റെ ജനാധിപത്യവും മൗലികാവകാശങ്ങളൊക്കെ ഇല്ലാതാക്കിയ ഒരു കാലഘട്ടമാണ് അടിയന്തരാവസ്ഥ. ആ അടിയന്തരാവസ്ഥയുടെ കാലത്തൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്ത ധീരമായ സഖാക്കളായിരിക്കും അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് പ്രവർത്തിച്ചിട്ടുണ്ടാവുക. ഒളിഞ്ഞും പറഞ്ഞു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതോടൊപ്പം തന്നെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ കറുത്ത കൊടിയുമായി പ്രതിഷേധം രേഖപ്പെടുത്തിയ ആ വ്യക്തിത്വങ്ങളിൽ അപൂർവ വ്യക്തിത്വമായിരിക്കാം സഖാവ് കുട്ടിശങ്കരൻ നായർ. മാത്രമല്ല അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് മതനിരപേക്ഷ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം. അത് ഇന്ന് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയം. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഒന്നാമത് ഞാൻ വൈകിട്ടാണ് വന്നത്. നമ്മുടെ കേരളത്തിൽ ഇന്ന് 2 പക്ഷത്തും തീവ്രവാദ സംഘടനകൾ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ഒരു ഭാഗത്ത് ഇപ്പൊ ഇങ്ങനെ നാസർ കൊട്ടാരത്തിലൊക്കെ പറഞ്ഞതുപോലെ SFIയുടെ വലിയ സമരങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടിശങ്കരൻ നായരെ അനുസ്മരിക്കുന്ന സമയത്ത് നാസറാക്ക് തന്നെ പറഞ്ഞത് SFIയെ വല്ലാതെ സഹായിച്ചിരുന്നു എന്നാണ്. ഇപ്പൊ നിങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയിൽ SFI നടത്തുന്ന സമരം എന്തിനു വേണ്ടിയിട്ടാണ്? ഞാനിങ്ങനെ നോക്കിയിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ SFI നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ട് എന്റെ കൂടെ നിലമ്പൂരിൽ ഉണ്ടായിരുന്ന SFIയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ, SFIയുടെ അഖിലേന്ത്യാ കമ്മിറ്റി മെമ്പർമാരൊക്കെ ഇപ്പൊ ജയിലിലാണ്. കാരണം ഇതിനു വേണ്ടിയിട്ടാണ് ആ സമരം നടത്തുന്നത്. ഇപ്പൊ ഇന്ന് BJPയുടെ സംസ്ഥാന നേതാക്കന്മാരുടെ ഒരു പട്ടിക തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരുടെ ലിസ്റ്റിൽ മുൻ DGPയുടെ പേരുണ്ട്, പിന്നെ VC-മാരുടെ പേരാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് VC-മാർക്കൊക്കെ ഇങ്ങനെ വലിയ RSSന്റെ ബന്ധമുള്ള VC-മാരായിട്ട് നമ്മുടെ കേരളം മാറുന്നത്. നിങ്ങൾ നോക്ക്, നമ്മുടെ രാജ്യത്തിന്റെ ഒരു തുരുത്തായി മതനിരപേക്ഷ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന തുരുത്തായി കേരളം മാറുമ്പോൾ ആ കേരളത്തെ ചോദ്യം ചെയ്യാൻ സംഘപരിവാരം ഇറങ്ങിപ്പെടുത്തുമ്പോൾ നമ്മൾ ഭയത്തോടുകൂടി ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരു വസ്തുതയല്ല. നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ സംഘപരിവാരം ഇങ്ങനെ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളുടെ സ്ഥിതി എന്താകുമെന്നുള്ളത് നാം ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരു ഭാഗത്ത് സംഘപരിവാരം ഉയർത്തിപ്പിടിക്കുന്ന മതതീവ്രവാദം ഒരു ഭാഗത്തും, അതേപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ മറ്റൊരു ന്യൂനപക്ഷ തീവ്രവാദം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ സഖാവ് കുട്ടിശങ്കരൻ നായർ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, മതനിരപേക്ഷ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന, നമ്മുടെ നാടിന്റെ സാഹോദര്യവും മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത്. അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഈ അനുസ്മരണ യോഗത്തിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ലാൽസലാം.